നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കഥയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. ഞാൻ എലീന. ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതിയേച്ച് നിൽക്കുന്നു. റിസൾട്ട് വരാൻ ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അതിന്റെ ടെൻഷനിലാണ് ഞാൻ. വീട്ടിലാണെങ്കിൽ പപ്പായും മമ്മിയും ഉണ്ട്. സത്യം പറഞ്ഞാൽ എന്നേക്കാൾ ടെൻഷൻ എന്റെ പപ്പായ്ക്കാണ്. അതുമാത്രമല്ല, ഡിഗ്രി പാസ്സായാൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു ഡയമണ്ട് നെക്ലസ് ആണ് പപ്പ എനിക്ക് വേണ്ടി മേടിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പപ്പ ടെൻഷൻ മൂത്ത് ഓടി നടക്കുകയാണ്. ഇതിനിടയിൽ കൂടി പപ്പ എന്നെ വഴക്കും പറയുന്നുണ്ട്. ഡിഗ്രി എങ്ങാനും തോറ്റാൽ നിന്നെ ഞാൻ ശരിയാക്കും. ഇതെല്ലാം കേട്ട് ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ്. പപ്പയുടെ വഴക്ക് കേട്ട് മമ്മിയും പപ്പയുടെ അടുത്തേക്ക് കയറി ചൂടായി. എന്തു വായിച്ചാ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണോ? അവളെ വഴക്ക് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കാതെ. അവള് പാസ്സായിക്കോളും. ഇല്ലയോടി മോളെ? മമ്മി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. മമ്മി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം. പപ്പ ഇങ്ങനെ കൂട്ടിലിട്ട വെരുകിനെ പോലെ ടെൻഷൻ അടിച്ച് നടക്കുന്ന കാര്യം വേറെയൊന്നുമല്ല. എനിക്ക് നല്ലതുപോലെ അറിയാതെ വീടിന് തൊട്ട് കിഴക്കതിൽ താമസിക്കുന്ന ഗോപാലപിള്ളച്ചേട്ടനാണ് അതിന്റെ പ്രധാന കാരണം. പിള്ളച്ചേട്ടൻ ആൾ ഭയങ്കര പരദൂഷണമാണ്. മറ്റുള്ള ആളുകൾക്ക് നല്ലത് വരുന്നതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അതിനെന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ ആകെ ടെൻഷൻ അടിപ്പിക്കും. അതുകൊണ്ട് നാട്ടുകാർ പിള്ളച്ചേട്ടൻ ഇട്ടേക്കുന്ന വട്ടപ്പേരാണ് കുഴിത്തുരുമ്പ്. അതുമാത്രമല്ല, പിള്ളച്ചേട്ടന്റെ ഒരു മകളുണ്ട്. 24 മണിക്കൂറും പഠിത്തം പഠിത്തം എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ആളൊരു പുസ്തകപ്പുഴുവാണ്. അതിന്റെ അഹംഭാവം പിള്ളച്ചേട്ടനുണ്ട്. അങ്ങനെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം രാത്രി ഉറക്കം വരാതെ ആകെ ടെൻഷൻ അടിച്ച് കിടക്കുകയായിരുന്നു ഞാൻ. മൊബൈലിൽ സമയം നോക്കിയപ്പോൾ രാത്രി 1 മണിയാകുന്നു. പെട്ടെന്നാണ് ഞാൻ കിടക്കുന്ന മുറിയുടെ വാതിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടത്. ഈ 1 മണി സമയത്ത് ആരാണ്? ഞാൻ ആകെ പേടിച്ചു. പെട്ടെന്നാണ് പപ്പയുടെ ശബ്ദം കേട്ടത്. മോളെ എലീന, ഇത് പപ്പയാ. മോള് വാതിലൊന്ന് തുറന്നേ. ഓ, പപ്പയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ വേഗം ചെന്ന് വാതിൽ തുറന്നു. പപ്പയുടെ മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നു. എന്തു പറ്റി പപ്പ? എന്താ എന്താ കാര്യം? പപ്പ ഉറങ്ങിയില്ലേ? ഞാൻ ചോദിച്ചു. ഓ, പപ്പായ്ക്ക് ഉറക്കം വരുന്നില്ല മോളെ. എങ്ങനെ ഉറക്കം വരും? ഏത് നേരത്തും മോളെ കുറിച്ചുള്ള ചിന്തയാ മനസ്സ് മുഴുവൻ. ഇനിയെങ്ങാനും മോള് പാസ്സായില്ലെങ്കിൽ പിന്നെ ഈ പപ്പ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. എന്റെ പപ്പ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ ഉറപ്പായിട്ടും പാസ്സാകും. എക്സാം എഴുതിയ എനിക്കറിയാമല്ലോ ഞാൻ പാസ്സാകുമെന്ന്. പപ്പ മനസ്സമാധാനത്തോടെ പോയി കിടന്നുറങ്ങ്. അതുകൊണ്ട് മമ്മി കണ്ടോ എത്ര സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അതല്ല മോളെ, വേറെ ഒരു പ്രശ്നമുണ്ട്. അത് ഓർക്കുമ്പോഴാ പപ്പയ്ക്ക് വിഷമം. അതെന്തുവാ പപ്പ? നമ്മുടെ കിഴക്കയിലെ പിള്ളയുമായിട്ട് ഞാൻ വെളിയിൽ മുക്കി വെച്ചൊന്ന് ഉരസി. അവൻ എന്തോ തന്നെ സൂക്കേടാണെന്ന് എനിക്കറിയത്തില്ല. അവൻ ഒന്നും രണ്ടും പറഞ്ഞ് എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. പിന്നെ പപ്പ വെറുതെ ഇരിക്കുമോ മോളെ? പപ്പായും വിട്ടുകൊടുത്തില്ല. പപ്പായും പ്രതികരിച്ചു. അവസാനം സംസാരത്തിനൊടുവിൽ അവനും ഞാനും തമ്മിൽ ഒരു പന്തയം അങ്ങ് വെച്ചു. അതെന്തുവാ പപ്പ? നീ ഡിഗ്രിക്ക് തോറ്റാൽ ഞാൻ മൊട്ടയടിച്ച് ഒരു വശത്തെ മീശ എടുക്കുമെന്നും, മോള് ഡിഗ്രിക്ക് ജയിച്ചാല് അവൻ മൊട്ടയടിച്ചിട്ട് ഒരു വശത്തെ മീശ എടുക്കുമെന്നും പന്തയം വെച്ചു. പപ്പയ്ക്ക് അത് ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല മോളെ. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ പൊന്നു പപ്പ, എന്ത് അവിവേകമാണ് പപ്പ കാണിച്ചത്? പപ്പയ്ക്കാണെങ്കിൽ തലയിൽ നല്ല മുടിയുണ്ട്. ആ പിള്ളച്ചേട്ടനാണെങ്കിൽ തലയിൽ ഒറ്റ മുടിയില്ലാതെ ഇപ്പോഴേ കഷണ്ടിയാ. പിന്നെ മീശയുടെ കാര്യം എനിക്കത് ഓർക്കാനേ വയ്യ. ആവശ്യമില്ലാത്ത പണിയായിപ്പോയി പപ്പ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ പപ്പ മുഖം താഴ്ത്തി. അപ്പോഴുള്ള അവന്റെ സംസാരത്തിൽ പപ്പ വാശിക്ക് ചെയ്തതാ മോളെ. പിന്നീട് ഞാൻ അതിനെപ്പറ്റി ഓർത്ത്. ഓഹ്, എന്തായാലും പന്തായം വെച്ചു പോയില്ലേടി. അല്ല, നിനക്കുറപ്പല്ലേ മോളെ? ഇത് പപ്പയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു വശത്ത് മീശയുമായി പപ്പ വെളിമുക്കിലോട്ട് ചെന്നാൽ എല്ലാവരും പപ്പായെ കളിയാക്കി കൊല്ലും. പപ്പായുടെ മുഖത്തെ വിഷമം കണ്ട് ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. പപ്പ വിഷമിക്കണ്ട, ഞാൻ പാസ്സാകും, ഉറപ്പാ. പപ്പ ഇപ്പൊ പോയി കിടന്നുറങ്ങ്. ശരി മോളെ, പപ്പ പോവുക. അതും പറഞ്ഞ് പപ്പ പോയി. ഇതും കൂടി കേട്ടപ്പോൾ എന്റെ ടെൻഷൻ ഇരട്ടിയായി. ഞാൻ ഓരോന്ന് ചിന്തിച്ച് കട്ടിലിരുന്നു. ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി എന്റെ വലത്തെ കൈ ഞാൻ പതിയെ താഴേക്ക് ചലിപ്പിച്ചു. അങ്ങനെ കുറെ സമയം കടന്നുപോയി.
പിന്നീട് എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു. പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കാൻ കുറച്ചു വൈകി. സമയം നോക്കിയപ്പോൾ 9 മണി. ഉണർന്നതും മന ഉണർന്നതും മനസ്സിൽ റിസൾട്ടിന്റെ കാര്യം ഓർമ്മ വന്നു. ഈശോയെ, ഇന്നാണല്ലോ റിസൾട്ട് വരുന്നത്. ഞാൻ വേഗം എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അടുക്കളയിൽ ചെന്ന് കാപ്പിപ്പൊടിയെല്ലാം കഴിച്ച് ഞാൻ കൂട്ടുകാരികളെയൊക്കെ വിളിച്ചു. ഡീ, ഞാൻ ആ ജംഗ്ഷനിൽ കാത്തു നിൽക്കും. നിങ്ങൾ അങ്ങോട്ട് വന്നേരെ കേട്ടോ. വേഗം വരണേ, ഞാൻ ഇറങ്ങുവാ. കൂട്ടുകാരികളെല്ലാം ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ട് മമ്മിയോട് യാത്രയും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ഇറങ്ങുമ്പോൾ സിറ്റൗട്ടിൽ പപ്പ വിളറി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പപ്പയുടെ മുഖത്തേക്കൊന്ന് നോക്കി. പപ്പ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പപ്പ, പ്രാർത്ഥിക്കണേ, ഞാൻ പോയച്ചു വരാം. അത് കേട്ടപ്പോൾ പപ്പ ദയനീയമായി എന്നെ ഒന്ന് നോക്കി. അങ്ങനെ ഞാൻ നടന്ന് ജംഗ്ഷനിലെത്തിയപ്പോൾ കൂട്ടുകാരികളൊന്നും എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ കാത്തു നിന്നു. അപ്പോഴേക്കും ഓരോരോ പയ്യന്മാർ ബൈക്കിലൊക്കെ വന്ന് എന്റെ വായിൽ നോക്കി അവിടെ അവിടെയൊക്കെ നിൽക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് അവന്മാരെ നോക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സ് മുഴുവൻ റിസൾട്ടിനെ കുറിച്ചായിരുന്നു. അതുമാത്രമല്ല, പപ്പയുടെ മുടിയും മീശയും ഒക്കെ പോയാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരികൾ ഓരോരുത്തരായി വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ടൗണിലേക്ക് യാത്രയായി. ടൗണിലുള്ള ഇന്റർനെറ്റ് കഫേയിലെത്തി. 1 മണിക്കൂറോളം ആയപ്പോഴാണ് കഫേ പ്രവർത്തിച്ചു തുടങ്ങിയത്. റിസൾട്ട് നോക്കാനായി കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ മൊത്തം ആകെ ബഹളവും വിശേഷം പറച്ചിലും ഒക്കെയായിരുന്നു. അങ്ങനെ ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് റിസൾട്ട് നോക്കാൻ പറ്റിയത്. എന്റെ കൂട്ടുകാരികളെല്ലാം അവർ എല്ലാ വിഷയത്തിനും പാസ്സായി. എനിക്ക് ഒരു വിഷയം പോയി. ഞാൻ ആകെ വിഷമിച്ചു. എനിക്ക് വല്ലാത്ത ടെൻഷനായി. എന്റെ കൂട്ടുകാരികൾ ജയിച്ച സന്തോഷത്തിൽ അവർ ആഹ്ലാദിക്കുകയാണ്. ഞാൻ തോറ്റതറിഞ്ഞ് അവർ എന്നെ ഒറ്റപ്പെടുത്തിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും? എങ്ങനെ പപ്പായുടെ മുഖത്തു നോക്കും? പപ്പ എന്നെ കൊല്ലും. ഇതൊക്കെ ഓർത്ത് എനിക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി. പിന്നെ ഞാൻ പതുക്കെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. എന്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടു പപ്പ സിറ്റൗട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പപ്പ വലിയ പ്രതീക്ഷയോടെ എന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഞാനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. മുറിയിൽ കയറി കതകടച്ച് കട്ടിൽ കയറി കമിഴ്ന്നു കിടന്നു. മകളുടെ നിറഞ്ഞ കണ്ണുകളും ഒരക്ഷരം പോലും ഉരിയാടാതെയുള്ള പോക്കും കണ്ടപ്പോൾ തന്നെ പപ്പായ്ക്ക് കാര്യം പിടികിട്ടി. അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞു. പെട്ടെന്ന് ഭാര്യ അങ്ങോട്ടേക്ക് വന്നു. പോട്ടച്ചായ, നിങ്ങൾ വിഷമിക്കണ്ട. നമ്മുടെ വിധിയാണെന്ന് കരുതിയാൽ മതി. അവൾ അടുത്ത എക്സാമിന് ആ തോറ്റ വിഷയം എഴുതിയെടുക്കും, എനിക്ക് ഉറപ്പായി ചായ. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, നീ ചെന്ന് അവളെ ആശ്വസിപ്പിക്ക്. അവൾ ആകെ വിഷമിച്ച് അകത്തേക്ക് കയറിപ്പോയത്. അങ്ങനെ മമ്മി എന്റെ മുറിയിൽ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നപ്പോൾ പപ്പ എന്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. എനിക്ക് ആകെ വിഷമമായി. പപ്പ എന്നോട് മിണ്ടിയതുമില്ല. പപ്പ വേഗം ഊണ് കഴിച്ച് എഴുന്നേറ്റു. എന്താ ചായ പെട്ടെന്ന് എഴുന്നേറ്റത്? മമ്മി ചോദിച്ചു. പപ്പ ഒന്നും മിണ്ടാതെ കൈ കഴുകി ഷർട്ടും എടുത്തിട്ട് വീട്ടിൽ നിന്നിറങ്ങി. അത് കണ്ടപ്പോൾ എനിക്കും മമ്മിക്കും ആകെ വിഷമമായി. താൻ കാരണം തന്റെ പപ്പയുടെ അഭിമാനം പോയല്ലോ. അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. ഞാൻ ഊണ് മതിയാക്കി എഴുന്നേറ്റു. കൈ കഴുകി എന്റെ മുറിയിലേക്ക് നടന്നപ്പോൾ പിന്നിൽ നിന്നും മമ്മി വിളിച്ചു പറഞ്ഞു, മോളെ കതക് കുറ്റിയിടണ്ട കേട്ടോ, ആ മുറിയൊക്കെ ഒന്ന് തൂത്തുവാരണം. ശരിയെന്ന് പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് നടന്നു. കതകടയ്ക്കണ്ട എന്ന് മമ്മി പറയാൻ കാരണം ഇനി ഞാൻ വല്ല കടുങ്കൈ ചെയ്താലോ, അത് ഓർത്തിട്ടാകണം. ഞാൻ കതക് ചാരി വീണ്ടും കട്ടിൽ കയറി കിടന്നു. തോറ്റതിനേക്കാൾ വിഷമം പപ്പയുടെ കാര്യത്തിലാ, ഞാൻ ഓർത്തു. അങ്ങനെ ഓരോന്നോർത്ത് കിടന്ന് എപ്പോഴോ ഒന്ന് മയങ്ങി. സമയം മുന്നോട്ട് കടന്നുപോയി. വൈകുന്നേരമായപ്പോൾ ആരോ എന്നെ തട്ടി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തല മൊട്ടയടിച്ച് നിൽക്കുന്ന പപ്പ. ഒരു വശത്തെ മീശയും കാണാനില്ല. പപ്പയുടെ തൊട്ടടുത്ത് തന്നെ ചിരിച്ചുകൊണ്ട് മമ്മിയും നിൽക്കുന്നു. ഒരു നിമിഷം ഞാൻ സ്തബ്ധയായിപ്പോയി. പിന്നെ ആ രൂപം കണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്നാണ് എനിക്ക് സ്ഥലകാലബോധം വന്നത്. പപ്പയുടെ ദുരവസ്ഥയ്ക്ക് കാരണം താനാണല്ലോ. അതോർത്തപ്പോൾ എനിക്ക് കരച്ചില് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഞാൻ പൊട്ടി കരഞ്ഞു. ഇത് കണ്ട് പപ്പ എന്റെ അടുത്തേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. നെറുകയിൽ ഒരു ഉമ്മ തന്നിട്ട് പറഞ്ഞു, പോട്ടെ മോളെ, മീശയിലും തലമുടിയിലും എന്തിരിക്കുന്നടി, അത് തനിയെ കിളിച്ചു വരും.
അതിന് വളമൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ടല്ലോ. എന്റെ മോള് വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം എന്റെ മോള് നല്ല പോലെ പഠിച്ച് ആ വിഷയം എഴുതിയെടുത്താൽ മതി കേട്ടോ. പപ്പയുടെ ആ സംസാരം കേട്ട് എനിക്ക് സന്തോഷമായി. ഞാനും പപ്പയെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു.